എല്ലാവർക്കും നിഷ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ RPF സീരീസിലെ ജനറൽ സയൻസിലെ ബയോളജിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെല്ല് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. എന്താണ് സെല്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും സ്ട്രക്ചറൽ പരമായിട്ടും ഫംഗ്ഷനും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സെൽ എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെല്ലിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സെല്ലിനെ പറ്റി പഠിക്കുന്ന ആ ബ്രാഞ്ചിനെ അറിയപ്പെടുന്ന പേരാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പം സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത് സൈറ്റോളജിയാണ്. സൈറ്റോളജിയാണ് സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത്, സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു സെല്ലിനെ ആരാണ് ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. റോബർട്ട് ഹുക്ക് 1665 ആദ്യമായിട്ട് ഒരു സെല്ല് കണ്ടുപിടിക്കുന്നത്. അതിന് അദ്ദേഹം യൂസ് ചെയ്ത സ്ലൈസ് എന്ന് പറയുന്നത് കോർക്ക് സ്ലൈസ് ആണ്. കോർക്ക് സ്ലൈസ് ആണ്. അതിലൂടെ അദ്ദേഹം കണ്ടത് കുറെ കമ്പാർട്ട്മെന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിനെ അദ്ദേഹം സെല്ലുലേ എന്ന് വിളിച്ചു. എന്ത് പേരിലാണ് കൊടുത്തത്? സെല്ലുലേ. ഈ സെല്ലുലയിൽ നിന്നാണ് പിന്നീട് സെൽ എന്നുള്ളൊരു വാക്ക് വരുന്നത്. അപ്പൊ സെൽ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ്. ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാലും റോബർട്ട് ഹുക്കാണ്. ഏത് വർഷമാണ് റോബർട്ട് ഹുക്ക് സെല്ല് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 1665. ക്ലിയർ അല്ലേ? അപ്പം റോബർട്ട് ഹുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചേക്കണം. സൈറ്റോളജി എന്ന് പറയുന്നത് സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡിയുമാണ്. അപ്പം സെല്ലുലയിൽ നിന്നും സെല്ല് വന്നു. അതിനുശേഷം 1674 ഫസ്റ്റ് ലിവിങ് സെല്ല് ആര് കണ്ടുപിടിക്കുന്നു? ല്യൂവൻ ഹുക്ക് കണ്ടുപിടിക്കുന്നു. അപ്പൊ ല്യൂവൻ ഹുക്ക് ലിവിങ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ലിവിങ് സെല്ല് ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് ല്യൂവൻ ഹുക്കാണ്. അപ്പം ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത്. മൈക്രോബയോളജി എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അതിന്റെ സയന്റിസ്റ്റുമാരെയാണ് നമ്മൾ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആ ബ്രാഞ്ചിനെയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ആരാണ്? ല്യൂവൻ ഹുക്കാണ്. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ ഫസ്റ്റ് ബാക്ടീരിയൽ സെല്ല് കണ്ടുപിടിക്കുന്നത് ല്യൂവൻ ഹുക്ക് തന്നെയാണ്. അപ്പൊ 1674 അദ്ദേഹം ലിവിങ് സെല്ല് കണ്ടുപിടിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഈ രണ്ടുപേരും നമ്മൾ ഇനി ഒരുമിച്ച് പഠിക്കുന്ന രണ്ടുപേരാണ്, ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഇതിൽ ഷ്ലീഡൻ ഒരു പ്ലാന്റ് സയന്റിസ്റ്റ് ആണ്, ഷ്വാൻ ഒരു സുവോളജിസ്റ്റുമാണ്. ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. ആ തിയറിയാണ് സെൽ തിയറി. അപ്പൊ ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ്ലീഡനും ഷ്വാനും ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി എന്താണ് സെൽ തിയറിയിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ലൈഫിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് സെല്ലാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് സെൽ തിയറി കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. 1838-39 അതിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം പ്ലാന്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് ഷ്ലീഡൻ പറഞ്ഞപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസവും അങ്ങനെ തന്നെയാണെന്ന് ഷ്വാൻ കൺഫേം ചെയ്തു. അങ്ങനെയാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതിനുശേഷം 855 റുഡോൾഫ് വിർച്ചു എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റിന്റെ പേരുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റുഡോൾഫ് വിർച്ചു എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് എല്ലാ സെൽസുകളും ഉണ്ടാകുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന സെല്ലുകളിൽ നിന്നും വീണ്ടും ഫോം ചെയ്യുന്നതാണ്. അതായത് ഒരു സെല്ലിൽ നിന്നാണ് മറ്റൊരു സെല്ല് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് റുഡോൾഫ് വിർച്ചു. അദ്ദേഹം അങ്ങനെ സെൽ തിയറിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആര്? റുഡോൾഫ് വിർച്ചു. പക്ഷേ എക്സാമിന് സെൽ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് എഴുതാവുള്ളൂ? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. മോഡിഫൈഡ് ഫോം ഓഫ് സെൽ തിയറി എന്നോ മറ്റോ ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ റുഡോൾഫ് വിർച്ചുയുടെ പേര് എഴുതിക്കും, കുഴപ്പമില്ല, റൈറ്റ് ആൻസർ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 സയന്റിസ്റ്റിന്റെ പേരും അവരുടെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവരെ എല്ലാവരും നിങ്ങൾ അറിഞ്ഞു വെക്കണം. സെല്ല് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേരുകളെല്ലാം നിങ്ങൾ വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സൈറ്റോളജി സ്റ്റഡി ഓഫ് സെല്ലാണ്. ആദ്യമായിട്ടൊരു സെല്ല് ഡിസ്കവർ ചെയ്ത റോബർട്ട് ഹുക്കാണ്. അത് 1665 ആദ്യമായി ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹുക്കാണ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത് ഷ്ലീഡനും ഷ്വാനും കൂടി ചേർന്നിട്ടാണ് റുഡോൾഫ് വിർച്ചു ആണ് സെല്ലിനെ മോഡിഫൈ ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത്.
അടുത്ത സെക്ഷനിൽ നമ്മൾ ടൈപ്പ് ഓഫ് സെൽസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. എന്താണ് പ്രോകാരിയോട്ടിക് സെല്ല്? അതേപോലെ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള സെല്ലുണ്ട്. പ്രോ മീൻസ് പ്രോകാരിയോട്ടിക് സെൽ പ്രിമിറ്റീവ് സെല്ലാണ്. ബാക്ടീരിയയിലും അതേപോലെ തന്നെ മൈക്രോപ്ലാസ്മയിലും ഒക്കെ കാണുന്ന ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സെല്ലിന്റെ ടൈപ്പാണ് പ്രോകാരിയോട്ടിക് സെൽ. ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള സെൽ സ്ട്രക്ചറാണ് ഈ പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു സെല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് എന്തുണ്ടായിരിക്കും? കവറിംഗ് ഉണ്ടായിരിക്കും. കാരണം ന്യൂക്ലിയസിനുള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കും. ഈ ഒരു സെൽ എടുത്ത് നോക്കിയാൽ ന്യൂക്ലിയസിന് പകരം ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണുള്ളത്. അത് അൺകവേർഡ് ആണ്, അല്ലെങ്കിൽ അത് നേക്കഡ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ന്യൂക്ലിയസ് കവേർഡ് അല്ല, ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? നേക്കഡ് ആയിട്ട് ഇരിക്കുകയാണ്. സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ വാൾ ഉണ്ട്. ഈ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്, പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടിട്ടാണ്. പിന്നെ അതുകൂടാതെ അവർക്ക് പ്ലാസ്മ മെംബ്രെയിനും ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാ സെൽ ഓർഗനൽസും കാണൂല. സാധാരണ നമ്മുടെ ഉള്ള ഒരു സെല്ലിലുള്ള പോലത്തെ സെൽ ഓർഗനൽസ് കാണില്ല. ഒരു വ്യക്തമായിട്ടുള്ള ക്ലിയർ ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിരിക്കും. ഓൾ സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആയിരിക്കും എക്സെപ്റ്റ് റൈബോസോം. റൈബോസോമിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, റൈബോസോമിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം എല്ലാ സെൽ ഓർഗനൽസും കാണൂല, പക്ഷെ റൈബോസോം കാണും. ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആയിരിക്കും. ന്യൂക്ലിയോയിഡിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. മൂവ്മെന്റിന് ഫ്ലജെല്ല ഉണ്ടായിരിക്കും. സൈറ്റോപ്ലാസും സെൽ വാളും പ്ലാസ്മ മെമ്പറൈനും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണ ഒരു സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം എന്താണ്? വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ ഉള്ളത്. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ല് കാണിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് കിങ്ഡം മൊനീറൻസ് ആണ്. മൊനീറയിൽ വരുന്ന ബാക്ടീരിയ, അതേപോലെ തന്നെ മൈക്രോപ്ലാസ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഇവരെല്ലാവരും എന്ത് കാണിക്കുന്നവരായിരിക്കും? ഒരു പ്രോകാരിയോട്ടിക് സെല്ല് എക്സിബിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇനിയും രണ്ടാമത്തത് ഹ്യൂമൻ ബീങ്സ്, അതായത് നമ്മൾ അനിമൽസും പ്ലാന്റ്സും ഫംഗസും, അനിമൽസ്, പ്ലാന്റ്സ്, ഫംഗസ്, അതേപോലെ തന്നെ പ്രൊട്ടിസ്റ്റൻസും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സെൽ ടൈപ്പാണ് യൂകാരിയോട്ടിക് സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. യൂകാരിയോട്ടിക് ഒരു ക്ലിയർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, വെൽ ക്ലിയർ ആയിരിക്കും. അതുകൂടാതെ സെല്ലിനകത്ത് സെൽ മെമ്പേഴ്സ് എല്ലാവരും കാണും. അവരെ നമുക്ക് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇതുകൂടാതെ ഈ ഓർഗനൽസ് എല്ലാം കിടക്കുന്നത് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ദ്രാവകത്തിലായിരിക്കും, ഒരു ലിക്വിഡിലായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ട്? സെൽ വോൾ ഉണ്ടായിരിക്കും, സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ടാവും, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. റൈബോസോം ഉണ്ട്, പക്ഷെ പ്രോകാരിയോട്ടിക്കിൽ കാണുന്ന സെയിം റൈബോസോം അല്ല യൂകാരിയോട്ടിക്കിലാണ്. ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സെൽ ടൈപ്പുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. എന്താണ് യൂകാരിയോട്ടിക് സെൽ? യൂകാരിയോട്ടിക് സെൽ അല്ലെ? യൂകാരിയോട്ടിക് സെല്ല് എങ്ങനെയാണ് ഇരിക്കുക? ഒരു യൂകാരിയോട്ടിക് സെല്ലിന്റെ പിക്ചർ, ഇതൊരു യൂകാരിയോട്ടിക് അനിമൽ സെല്ലിന്റെ പിക്ചറാണ്. സാധാരണ യൂകാരിയോട്ടിക് സെല്ലാണെങ്കിൽ ഒരു സെൽ വോൾ കാണും, പക്ഷെ ഇവിടെ നമുക്ക് സെൽ വോളിനെ കാണാൻ പറ്റില്ല. കാരണം അനിമൽ സെല്ലിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ വോൾ. എല്ലാവരിലും കാണുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും കാണില്ല. ആരിൽ ആബ്സെന്റ് ആണ്? ആബ്സെന്റ് ഇൻ അനിമൽ സെൽ. അനിമൽ സെല്ലിൽ ആബ്സെന്റ് ആണ്, അനിമൽ സെല്ലിൽ കാണില്ല. അപ്പൊ ആരിലൊക്കെ കാണുന്ന ആലോചിച്ച് നോക്കണ്ടേ? പ്ലാന്റ്സിലുണ്ടോ? പ്ലാന്റ്സിലുണ്ട്. ഫംഗസിലുണ്ടോ? ഫംഗസിലുണ്ട്. അപ്പം പ്ലാന്റ്സിലും ഫംഗസിലും സെൽ വോൾ കാണപ്പെടും. ആക്ച്വലി ഇതൊരു അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഫംഗസിനും പ്ലാന്റ്സിനും പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെ കൂടാതെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് നമ്മൾ സെൽ വോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് സെല്ലിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെൽ വോളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്ന ഫാക്ടേഴ്സിന്റെ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കും. പ്ലാന്റ്സിന്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് പ്ലാന്റ്സിന്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫംഗസിന്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെല്ലുലോസും പെക്റ്റിനും പ്ലാന്റ്സിന്റെ സെൽ വോൾ ആണെങ്കിൽ കൈറ്റിൻ എന്തായിരിക്കും? ഫംഗസിന്റെ സെൽ വോൾ ആണ്. അനിമൽസിന്റെ സെൽ വാളോ? അനിമൽസിന്റെ സെൽ വാൾ ഇല്ലല്ലോ, പിന്നെ സെൽ വാളിന്റെ കമ്പോണൻസ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പൊ ആലോചിച്ച് മാത്രം ആൻസർ എഴുതുക. അപ്പൊ സെൽ വാളിന്റെ കാര്യം ഓക്കെ. ഇനി അടുത്തത് ഈ സെൽ വാളിനെ കൂടാതെ ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എല്ലാ ആൾക്കാരിലും കാണും. അതായത് പ്ലാന്റ്സിൽ കാണും, ആനിമൽസിൽ കാണും, പിന്നെ നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ഇതൊരു പ്രൊട്ടക്ഷൻ ലെയർ തന്നെയാണ് ഈ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനകത്ത് ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഇതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അല്ലെ. ഈ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഇതെല്ലാം സെൽ ഓർഗണലാണ്. ഈ സെൽ ഓർഗണലെല്ലാം ഇമേഴ്സ് ചെയ്ത് കിടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ ആയിരിക്കും. അപ്പൊ സൈറ്റോപ്ലാസത്തിലുള്ള സെൽ ഓർഗണൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയോൾ ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഉണ്ട്. ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മൂന്നാമത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗണൽ ഉണ്ട്, റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗണൽ ഉണ്ട്, പിന്നെന്താണ് ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ പിന്നെയും കുറച്ച് സാധനങ്ങളുണ്ട്. പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്, സെൻട്രോസോം ഉണ്ട്. ഇതെല്ലാം സെല്ലിനുള്ളിലുള്ള സെൽ ഓർഗണൽസ് എന്ന് അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഓരോന്നിനെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തർക്കും മെയിൻ ഫംഗ്ഷനും കുറച്ച് പേരുകളും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ സെൽ മെംബ്രെയിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ സെൽ മെംബ്രെയിൻ. ഇവര് ഭയങ്കര സെലക്റ്റീവ് ആണ്. എല്ലാ ആൾക്കാരെയും ഒന്നും അകത്തോട്ട് കടത്തി വിടത്തില്ല. പക്ഷെ ചില ഗ്യാസസിനെയും ചില മിനറൽസിനെയും കടത്തി വിടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവര് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന് പറയാൻ പറ്റും. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, വളരെ തിന്നാണ്, വളരെ ഇലാസ്റ്റിക് ആണ് സെൽ മെംബ്രെയിൻ. മറ്റൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടും. ഇനി പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന ഘടകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ടാണ്. ആരെ കൊണ്ടാണ്? ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സെൽ മെംബ്രെയിൻ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലെയർ ആണ്, തിന്നാണ്, ഇലാസ്റ്റിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. നിർമ്മിച്ചിരിക്കുന്ന ഘടകം ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ടാണ്. ഇത് എത്ര ലെയർ ആണെന്ന് ചോദിച്ചാൽ ബൈ ലെയർ ആണ്. 2 ലെയേഴ്സിനാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ എന്തെന്ന് പറയുന്നത്, ഈ സെൽ വോൾ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. സെൽ വോൾ അല്ല, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗണലിനെ പറ്റിയാണ്. മൈറ്റോകോൺട്രിയ നമ്മുടെ സെല്ലിലെ എനർജി സിന്തസിന്റെ സൈറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ മൈറ്റോകോൺട്രിയ. നോക്കിക്കേ, മൈറ്റോകോൺട്രിയയുടെ പിക്ചർ നോക്കിക്കേ. ഇങ്ങനെ ഫോൾഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരല്ലേ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയിൽ ഇതുപോലെ ഫോൾഡിങ്സ് ഇല്ലേ, ഈ ഫോൾഡിങ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ കൂടാതെ ഒരു ലെയർ ഉണ്ട്. അപ്പൊ ഡബിൾ ലെയർ ആണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് ദി സെൽ. പവർ ഹൗസ് ഓഫ് ദി സെൽ, സെല്ലിന്റെ പവർ ഹൗസ്. കാരണം എന്താണ്? എനർജി സിന്തസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. എനർജി സിന്തസിസ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എനർജി സിന്തസിസ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ എനർജി സ്റ്റോർ ചെയ്യുന്നത് ATPയുടെ ഫോമിലാണ്. എന്താണ് ATP? എനർജി കറൻസി എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അഡിനോസിൻ ട്രൈ 3 ഫോസ്ഫേറ്റ്, ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ഫുൾ നെയിം. രണ്ടാമത് നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ റൂം എന്നറിയപ്പെടുന്ന നമ്മുടെ ന്യൂക്ലിയസ്. സെല്ലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് കൺട്രോൾ റൂം എന്നറിയപ്പെടുന്നു. ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്ന സെല്ലിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. അത് DNA ആണ്. ന്യൂക്ലിയസിൽ മാത്രമല്ല ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് വേറെ സ്ഥലത്തും കാണപ്പെടാൻ പറ്റും. DNA എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിനകത്ത് ക്രോമസോംസ് ഉണ്ട്. അതേപോലെ ഇതിനകത്ത് ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടോൺസുകളെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ന്യൂക്ലിയസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ തൊട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം
എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ സെല്ലിന് ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ ആക്ട് ചെയ്യും, ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മുടെ സെല്ലിന് ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ അല്ലേ? സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടിങ് ആൻഡ് ആക്ട് ആസ് എ ഫ്രെയിം വർക്ക് ഓഫ് ദി സെല്ലിനാണ്. സപ്പോർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ കാണത്തില്ലേ? അത് ആക്ച്വലി റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോട്ടാണ്. അപ്പം ഇതേപോലെ റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി റൈബോസോം ഇല്ലാത്ത ചില പാർട്ടുണ്ട്. ആ പാർട്ടിലെ നമ്മൾ സ്മൂത്ത് EPR അഥവാ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും അറിയപ്പെടും. അപ്പൊ റഫ് EPR ഉണ്ട്, സ്മൂത്ത് EPR ഉണ്ട്. അടുത്തത് ലൈസോസോം. സൂയിസിഡൽ ബാഗ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നു. സൂയിസിഡൽ ബാഗ് എന്നറിയപ്പെടുന്നു. സൂയിസിഡൽ ബാഗ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന ആളാണ് ലൈസോസോം. എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സെല്ലിലോട്ട് കടന്നു വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോറിൻ ഒബ്ജക്റ്റിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിച്ച് കളയുന്ന ഫംഗ്ഷനാണ് ലൈസോസോമിനുള്ളത്. അപ്പൊ ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നു. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഫംഗ്ഷൻ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ആളാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്ന് പറയുന്നത് സെല്ലില് പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ആളാണ് റൈബോസോം. സെല്ലിൽ എന്തിന് സഹായിക്കുന്നു? പ്രോട്ടീൻസുകളെ സിന്തസൈസ് ചെയ്യുന്നു. പ്രോട്ടീനുകളെ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? റൈബോസോം. റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും എന്തിനെ സിന്തസൈസ് ചെയ്തും? പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യും. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? റൈബോസോം ആയിരിക്കും. അടുത്തത് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ എന്താണ് ഗോൾഗി ബോഡി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ ഗോൾഗി അപ്പാരറ്റസ്. ശരിക്കും ഇത് പാക്കേജിങ്ങും പ്രോസസിംഗ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, ലിപ്പിഡ്സിന്റെയും പ്രോട്ടീൻസുകളുടെയും പാക്കേജിന്റെയും പ്രോസസിങ്ങിനെയൊക്കെ സഹായിക്കുന്ന ആളാണ് ഈ ഗോൾഗി ബോഡി. അല്ലേ? അപ്പം എനർജി സിന്തസിസ് സഹായിക്കുന്ന മൈറ്റോകോൺട്രിയ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസ് കൺട്രോൾ റൂം എന്നറിയപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ളത് ലൈസോസോം ആണ്. പ്രോട്ടീൻ സിന്തസിസ് ഫംഗ്ഷൻ ആയിട്ടുള്ളത് റൈബോസോമിനാണ്. പാക്കേജിംഗ് പ്രോസസിംഗ് ഓഫ് ലിക്വിഡ് ആൻഡ് പ്രോട്ടീൻസ് ഉള്ളത് ഗോൾഗി അപ്പാരറ്റസിനാണ്. ഇനി അടുത്തത് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് ആക്ച്വലി പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ്സ് എന്തിനാ സഹായിക്കുന്ന അറിയാവോ? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ഫോട്ടോസിന്തസിസിന് സഹായിക്കും. ഫോട്ടോസിന്തസിസ് എന്താണെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ്? സൺലൈറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പ്രസൻസിൽ നമ്മുടെ ഇതുണ്ടല്ലോ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന മെക്കാനിസം ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെല്ലിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് വാക്യൂം. പ്ലാന്റ്സിന്റെ കേസിൽ വാക്യൂമിന്റെ സൈസ് വളരെ കൂടുതലും ആനിമൽസിന്റെ കേസിൽ സൈസ് പൊതുവെ കുറവുമായിരിക്കും. ആരുടെ കേസാണ് നമ്മൾ പറയുന്നത്? വാക്യൂം. പ്ലാന്റ്സിന് ലാർജ് വാക്യൂളും ആനിമൽസിന് സ്മോൾ വാക്യൂളുമാണ് ഉള്ളത്. സെൻട്രോസോം കാണുന്നത് ആനിമൽസിൽ മാത്രമാണ്. പ്ലാസ്റ്റിഡ്സ് കാണുന്നത് പ്ലാന്റ്സിൽ മാത്രമാണെങ്കിൽ സെൻട്രോസോം കാണുന്നത് ആനിമൽസിൽ മാത്രമാണ്. സഹായിക്കുന്നത് സെൽ ഡിവിഷനാണ്. എന്തിനു സഹായിക്കുന്നു? സെൽ ഡിവിഷന് സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെല്ലിനുള്ളിലുള്ള ആൾക്കാരുടെ മെയിൻ ഫങ്ഷൻസും ആണ് പറയുന്നത്. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ ഉണ്ട്. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോം ഉണ്ട്. പ്രോട്ടീൻ സിന്തസിസിന്റെ റൈബോസോം ഉണ്ട്. പാക്കേജിനും പ്രോസസിങ്ങിനും ഒക്കെ ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ഇനി ഇതെല്ലാം ഇമേഴ്സ് ചെയ്ത് കിടക്കുന്നത് സൈറ്റോപ്ലാസത്തിനാണ്. അപ്പം ഈ സൈറ്റോപ്ലാസവും ഈ ഓർഗണൽസും ഈ സെല്ലിനുള്ളിലുള്ള എല്ലാ കമ്പോണൻസിനെയും കൂടി നമുക്ക് ഒരുമിച്ച് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാം. പ്രോട്ടോപ്ലാസം.
അതായത് നമ്മുടെ ഈ സെല്ലിനുള്ളിലുള്ള എല്ലാ കമ്പോണൻസിനെയും ഒരുമിച്ച് നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പ്രോട്ടോപ്ലാസം എന്നത് സൈറ്റോപ്ലാസത്തിനോടൊപ്പം ന്യൂക്ലിയസും കൂടി ചേരുമ്പോഴാണ് ഉള്ളത്. ന്യൂക്ലിയസ് ഒഴികെയുള്ള പ്രോട്ടോപ്ലാസത്തിന്റെ ഭാഗമാണ് സൈറ്റോപ്ലാസം. അതായത് പ്രോട്ടോപ്ലാസത്തിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ്. എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ്. നോക്കിക്കേ, ഈ ഒരു കാര്യം കൂടി നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെക്കാം. നമ്മൾ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.